ഉള്ളംകാല് ഭയങ്കര വേദനയായിരുന്നു. ഇപ്പൊ പ്രാർത്ഥിക്കുന്നോടം വരെ ചവിട്ടി നടക്കാനൊന്നും പറ്റില്ല, ഭയങ്കര വേദനയാ. അപ്പൊ ഇപ്പൊ അത് മാറി. എത്ര നാൾ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഒരു വർഷത്തോളമായി. എനിക്ക് ഒരു വർഷത്തോളമായി. ഒരു വർഷമായിട്ടുണ്ടായിരുന്ന വേദന. ഈ ഡിസ്കിന് കംപ്ലൈന്റ് ആയിട്ട് ഞരമ്പ് പിണങ്ങി കിടക്കും. എനിക്ക് ഈ വശം മൊത്തം വേദനയുണ്ട്. അതിന്റെ ആയിരുന്നു അത്. ഇപ്പൊ വേദനയില്ല. പിന്നെ ഡിസ്ക് കംപ്ലൈന്റ് ആയിട്ട് ഞരമ്പ് അതിന്റെ ഇടക്കൂടെ കയറി കിടപ്പുണ്ട്. അപ്പൊ ഈ വശം മൊത്തം എനിക്ക് വേദനയുണ്ട്. ഇപ്പൊ ചവിട്ടിപ്പോ വേദനയില്ല. ഡിസ്കിന്റെ അവിടുത്തെ ഞരമ്പല്ലേ? ഞാൻ ഈ മെഡിക്കൽ ടൈം ഒക്കെ പറയുമ്പോൾ തെറ്റിപ്പോകുമ്പോൾ തെറ്റിദ്ധരിക്കില്ല, എനിക്ക് അറിയാത്തതുകൊണ്ടാണ്. ഞരമ്പ് പടഞ്ഞു കിടക്കുമായിരുന്നു. എല്ല് തേയ്മാനം വന്നിട്ട് അതിന്റെ ഇടക്കൂടെ ഞരമ്പ് കയറി കിടക്കുക. എല്ല് തേയ്മാനം വന്നിട്ട് അതിൻ്റെ ഇടയിൽ ഞരമ്പ് ജാമായിരിക്കും അല്ലേ? അപ്പൊ ഇങ്ങനെ ചവിട്ടുമ്പോൾ ഭയങ്കര വേദനയായിരുന്നു ഒരു വർഷമായിട്ട്. ഈ നടുവ് ഈ വശം മൊത്തം എനിക്ക് വേദനയായിരുന്നു. നിങ്ങൾ തേയ്മാനം വന്നാൽ പിന്നെ വല്ല മാറ്റമുണ്ടോ? മരുന്ന് കഴിച്ച തേയ്മാനം മാറി പുതിയ അസ്ഥി വരുമോ? ഇപ്പൊ എങ്ങനെ സംഭവിച്ച വേദന മാറിയത്? അപ്പൊ തേഞ്ഞതിനെ തമ്പുരാൻ മാറ്റി കിട്ടില്ലേ? പിന്നെ ഞാൻ വേറെ 2 സാക്ഷിയുണ്ട്. അത് ഞാൻ യൂട്യൂബിൽ എപ്പോഴോ കണ്ടതാണ് ഈ പ്രാർത്ഥന. അത് കഴിഞ്ഞ് സ്ഥിരം കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ സാമ്പത്തികമായ ഒരുപാട് പ്രതിസന്ധികളെ, കുടുംബത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനപ്പോൾ സ്ഥിരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അന്നേരം മോൾക്ക് കോളേജിൽ ഫീസ് അടയ്ക്കാനായിട്ട് എനിക്ക് പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന സമയത്ത് ഞാൻ മിറക്കിൾ മണി ബ്രദർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നായിരുന്നു. അപ്പോൾ പള്ളിയിൽ നിന്ന് എനിക്ക് 50,000 രൂപ ഞാൻ ചോദിക്കാതെ എനിക്ക് തന്നു. 50,000 രൂപ കൊച്ചിന് കോളേജിൽ ഫീസ് അടച്ചു. അവരടച്ചു. പിന്നെ വീടിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അന്നേരം പള്ളിയിൽ നിന്ന് തന്നെ 50,000 രൂപ വീട് മെയിൻ്റനൻസിന് ചോദിക്കാതെ തന്നെ എങ്ങനെ ലഭിക്കുന്ന അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 10 ലക്ഷം രൂപയോളം എനിക്ക് കടബാധ്യതയുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്നാലും വലിയൊരു സാക്ഷ്യം. ഇത്രയും ഭാഗം തേയ്മാനമായിട്ട് ഞരമ്പ് ജാമായ ആളായിരുന്നു. ചവിട്ടുമ്പം പോലും വേദനയായിരുന്നു. കർത്താവ് അത് സൗഖ്യമാക്കിയാൽ ഭവനം അത്ഭുതമാകും കേട്ടോ. ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.